പറഞ്ഞ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളും ഡിജിറ്റൽ സിഗ്നേച്ചറുകളും നമ്മുടെ ഒരു ആധുനികമായിട്ട് വളരെ പ്രചാരത്തിലിരിക്കുന്നു. നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നമുക്ക് ഡിജിറ്റൽ ആയിട്ടാണ് വരുന്നത്. നമുക്ക് കിട്ടുന്ന നമ്മളിപ്പോ രജിസ്ട്രേഷൻസ് എല്ലാം തന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിന്റെ അകത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ, ഈ പറഞ്ഞതുപോലെ നമ്മുടെ അതോറിറ്റിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും. അപ്പൊ നമുക്കത് ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിൽ അറിയാൻ പറ്റും. നിങ്ങൾ അത് കണ്ടുപിടിക്കുക, വാലിഡേറ്റ് ചെയ്ത ശേഷം അത് നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ പല ആൾക്കാർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം PDF ആയിട്ടാണ് വരുന്നത്. വെറും ഒരു PDF ഡോക്യുമെന്റ് ആയിട്ട് വന്നാലും ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ IE കോഡ് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, അത് വരുന്നത് നമുക്കിപ്പോ പഴയതുപോലെ പ്രിന്റഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ചൊന്നും വരുന്നില്ല. എല്ലാം ഒരു QR കോഡിൽ ഒതുങ്ങുവാണ്. അതിനകത്ത് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും. അതിന് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഡോക്യുമെന്റ് ആയിട്ട് സേവ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ അത് തന്നെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നത്. എല്ലാ സർട്ടിഫിക്കറ്റ്സും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതിനെക്കുറിച്ച് ചെറിയൊരു നോളജ് നമ്മൾ പറയുന്ന കയറ്റുമതിക്കാരന് ഉണ്ടാവേണ്ടതുണ്ട്. എന്താണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്? ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ സർട്ടിഫിക്കറ്റ് തന്നെ അത് PDF ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷെ ആ സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് QR കോഡ് സ്കാൻ ചെയ്താൽ എന്തൊക്കെയാണ് നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അതിനോടൊപ്പം അതിൻ്റെ അകത്ത് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും. ആ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു വാലിഡ് സർട്ടിഫിക്കറ്റ് ആയിട്ട് മാറും. എവിടെ വേണമെങ്കിലും നമുക്കത് ഷെയർ ചെയ്യാം, ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ അമേരിക്കയിൽ അയക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഴയ പോലെ സ്കാൻ ചെയ്ത് നമ്മൾ അയക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ തന്നെ അയക്കാൻ പറ്റും. അതിനകത്ത് തന്നെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചിരിക്കേണ്ടത് പ്രധാനമാണ്. ഒരു കയറ്റുമതിക്കാരൻ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്.